പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണത്തിനായി അങ്ങയുടെ മക്കൾ ഇന്ന് അഭിമുഖിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും സഞ്ചാരി മാതാവി സമയത്തിൻ്റെ അധികാരി അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യം ഉണ്ടായിക്കൊണ്ട് കർത്താവേ, ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ടാണ് അങ്ങയുടെ മക്കൾ എവിടെയെല്ലാം യാത്ര ചെല്ലുന്നുവോ, ഏതെല്ലാം പരീക്ഷ എഴുതുന്നുവോ, ഏതെല്ലാം പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നുവോ, ഓരോ വിഷയത്തിന് മനസ്സ് ബന്ധം നേറിക്കൊണ്ട് കാത്തിരിക്കുന്ന സഹായം പ്രതീക്ഷിക്കുന്ന ഓരോ സ്ഥലങ്ങളെയും കർത്താവേ, അത് നഷ്ടപ്പെട്ടു പോകാതെ അവർക്ക് കിട്ടാനും അവർക്ക് അനുഭവവേദ്യമാക്കാനും കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ഡേറ്റും നീ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില വ്യക്തികളുടെ വരവ്
പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില ഓഫറുകൾ, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില തീയതികൾ എല്ലാം എൻ്റെ ദൈവവേദനെ നിനക്ക് അനുഗ്രഹമായി മാറട്ടെ. അതിനെതിരെ വരുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും ഈശോയുടെ നാമത്തിൽ ഞാൻ ബന്ധിച്ചു കർത്താവിന് കാൽക്കീഴിലാക്കുന്നു. കർത്താവെ, രോഗികൾ, പീഡിതരെ, കുടുംബസമാധാനം ഇല്ലാത്തവരെ, വിദേശ യാത്ര ചെയ്യുന്നവരെ, കർത്താവെ, അവരെല്ലാം നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഉപരി പഠനത്തിന് വേണ്ടി ചിന്തിക്കുന്നവരും ആലോചിക്കുന്നവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരും അവരുടെ കഴിവിനേക്കാൾ ഒരു ദൈവത്തിൻ്റെ കൃപയാൽ അവർ ചെന്നെത്തേണ്ട ഇടത്ത് അവരെ എത്തിക്കാൻ വേണ്ടി പരിശുദ്ധമ്മ ദേവമാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അസ്ഥിരോഗികളെ നിസുഖപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ആ ദർശനത്തിലുള്ളതാണ്. അസ്ഥിരോഗികളെ കർത്താവ് സുഖപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. നിത്യപിതാപുത്രൻ പരിശുദ്ധാത്മാവായ സർവേശ്വരൻ നീക്കുവാമേ. എൻ്റെ മക്കളെ, ദൈവവുമായിട്ടുള്ള ഡീലിങ്സ് വളരെ സൂക്ഷിച്ച് ഡീൽ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് സെമിനാർ പഠിക്കാറുണ്ട്. അവിടെ ചില ആൾക്കാരൊക്കെ പഠിക്കാതെ എന്നോട്, ഞാൻ സെമിനാർ പഠിക്കാൻ കാലത്ത് ഈ സ്റ്റഡിയുടെ പഠന സമയമുണ്ടല്ലോ, ആ സമയത്ത് ചില സമയത്തൊക്കെ നാടകം എഴുതും, ചില സമയത്ത് ചെറുകഥ കോമ്പറ്റീഷൻ വരും, ഒക്കെ എഴുതും, ചിലപ്പോൾ കവിത കോമ്പറ്റീഷനൊക്കെ എഴുതും. അപ്പോൾ കൂട്ടുകാരുണ്ടല്ലോ, ആ പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആയിരിക്കേ. കൂട്ടുകാർ പഠിത്തം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങില്ല, നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ചെവി പറയും, എന്താണ് റീക്കുള്ള തയ്യാറെടുപ്പാണല്ലേ, റീ എന്ന് അവിടെ പറയണേ, റീ എന്ന് വെച്ച് കഴിഞ്ഞാൽ റീ എക്സാം എഴുതേണ്ടി വരുന്ന അതിനർത്ഥം. പഠിക്കണ സമയത്ത് ഇരുന്ന് കഥ എഴുതി കഴിഞ്ഞാൽ റീ എക്സാം എഴുതേണ്ടി വരുമെന്നാണ് അർത്ഥം. ഇതേ അപ്പോൾ അത് നിങ്ങൾ എന്താ പറയണത്, അങ്ങനെ സപ്ലി. അതാണ് ഇപ്പോൾ ഈ ദൈവത്തിലുള്ള ഡീലീസ് സൂക്ഷിച്ചൊരു സപ്ലി വരും. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഈ ഹാഗർ എങ്ങനെ കഥാപാത്രമായതാണ്, എബ്രഹാത്തിന് എങ്ങനെയാണ് ഈ ബലിയർപ്പിക്കേണ്ടി വന്നത് സ്വന്തം മകന്, അതെല്ലാം സപ്ലിയാണ്. ഹാഗർ സപ്ലിയാണ്, എബ്രഹാത്തിൻ്റെ ബലിയും സപ്ലിയാണ്. എന്നുവെച്ചാൽ റീ എക്സാമാണ്. ഒരു എക്സാമിന് തോറ്റാൽ ദൈവം അടുത്ത് അതിനേക്കാൾ ഭാരമുള്ള വേറെ എക്സാം വെക്കും. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം ഒരാളെ എക്സാം ചെയ്ത് സത്യസന്ധമാണെന്ന് കണ്ടാൽ മാത്രമേ പ്രൊസീഡ് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ഹാഗർ എങ്ങനെ വന്നതാണ്? സാറാടെ ചിരിയിൽ നിന്നാണ് ഹാഗർ വരണത്. കർത്താവ് ആദ്യം പറഞ്ഞില്ലേ, അടുത്ത വസന്തത്തിൽ ഞാൻ ഇതിലേ കടന്നു പോകുമ്പോൾ നിനക്കൊരു കുഞ്ഞുണ്ടാവുമെന്ന് പറയത്തില്ലേ. ഉടനെ സാറ ചിരിച്ച്, കാരണം ദൈവത്തിൻ്റെ വചനം അവിശ്വസിച്ചു. അപ്പം എന്ത് പറ്റി? അവിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിശ്വസിച്ച ആ അവസ്ഥയിൽ ദൈവമായിട്ട് ഡീലിങ് നടക്കത്തില്ല. പിന്നെ വിശ്വാസത്തിലേക്ക് വരണമെങ്കിൽ വിശ്വാസം തെളിയിക്കണം. അപ്പം സാറ വന്ന് എബ്രാഹും ആ അതിൽ പെട്ടുപോയി. സാറ ചിരിച്ചപ്പോൾ എബ്രാഹത്തിന് സാറാനെ ഒന്ന് ശാസിക്കാമായിരുന്നു, പക്ഷെ എബ്രാഹിം മിണ്ടിയില്ല. അതൊരു പുതുമയായിട്ട് എടുത്ത് ദൈവമാണ് സംസാരിക്കണം എന്നുള്ള ദൈവം എബ്രാഹിമിന് തോന്നിയില്ല. 18:10 കർത്താവ് പറഞ്ഞു, വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരികെ വരും. അപ്പോൾ നിന്റെ ഭാര്യ സാറായിക്ക് ഒരു മകനുണ്ടായിരിക്കും. അവന്റെ പിറകിൽ കൂടാരവാതിൽക്കൽ നിന്ന് സാറ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. അബ്രാഹവും സാറായും വൃദ്ധരായിരുന്നു. അവൾക്ക് ഗർഭധാരണ പ്രായം കഴിഞ്ഞിരുന്നു. അതിനാൽ സാറ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് പ്രായമേറെയായി, ഭർത്താവും വൃദ്ധനായി, എനിക്കിനി സന്താന സൗഭാഗ്യം ഉണ്ടാകുമോ? അതായത് ഇതിൻ്റെ ഒരു വാക്ക് ദൈവം തിരികെ ചേർത്തിട്ടുണ്ട്. 18:11 വായിച്ചേ. കർത്താവ് പറഞ്ഞു, വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരികെ വരും. അതിൻ്റെ തീർച്ചയായും തിരികെ വരുമെന്ന്, തീർച്ചക്കാണ് പ്രാധാന്യം. വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരികെ വരും എന്ന് പറയുമ്പോൾ
അപ്പോൾ നിന്റെ ഭാര്യ സാറായിക്ക് ഒരു മകൻ ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ്, ഞാൻ അടുത്ത വസന്തത്തിൽ തീർച്ചയായും ഞാൻ തിരികെ വരും. അപ്പോൾ തീർച്ചയായും നിന്റെ ഭാര്യ സാറായിക്ക് ഒരു മകനുണ്ടായിരിക്കും. അത് ആ തീർച്ചയായും എന്നുള്ളത് അണ്ടർസ്റ്റുഡാണത്. പക്ഷെ ഇത് വചനം കേട്ടിട്ട് ആ പൊട്ടിക്ക് മനസ്സിലായില്ല. അവൾ ചിരിച്ച്. ആ ചിരിച്ചു കഴിഞ്ഞാലുള്ള കുഴപ്പം വെച്ചാൽ ദൈവത്തിൻ്റെ വചനം അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം അവരത് വിശ്വസിച്ചില്ല എന്ന് പറയുന്നില്ല. ഹെബ്രായർ 4:2 എന്നാൽ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം അവർ അത് വിശ്വസിച്ചില്ല. അതാണ് വചനം. ഇപ്പം ഇവിടെ ചിരിച്ചപ്പോൾ എന്ത് പറ്റി? വചനം വിശ്വസിച്ചില്ല. അപ്പോൾ ആ കേട്ട വചനം ഇനി പ്രയോജനപ്പെടത്തില്ല. അപ്പോൾ ദൈവം എന്ത് ചെയ്ത്, ഇനി ഇവരുടെ അവിശ്വാസം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്ത്, ലോത്തിനെ ഇളക്കി വിട്ട്. ലോത്തൊക്കെ വെറുതെ അവിടെ ഇവൻ പറഞ്ഞ ഈ ലോത്തൊക്കെ ഇവർ പറഞ്ഞ കേട്ട് ഈ കുഞ്ഞാടിനെ പോലെ പറയുകയാണ്. അല്ലെങ്കിൽ എബ്രാഹിം കൊണ്ടുവരുക ലോത്തിനെ. ലോത്ത് വല്ല ഗുണ്ടായുസം കൊണ്ടാണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ലോത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ പഞ്ചപുച്ച ഉടക്കിയ ഇയാളുടെ ഒരു ദാസനായിട്ട് പോകുന്ന ആളാണ്. പക്ഷേ ഇവർ ദൈവത്തിൻ്റെ മുമ്പിൽ ചിരിച്ച് പണി മേടിച്ചപ്പോൾ ലോത്തിൻ്റെ യഥാർത്ഥ രൂപം കാണിച്ചു. എന്താണ്, അവനവരുടെ കൂട്ടുകാരെല്ലാം കൂടിയിട്ട് പിന്നെ എബ്രാഹത്തിനെ സമ്മർദ്ദത്തിലാക്കി. വെള്ളപ്രശ്നവും അങ്ങനെ പല പ്രശ്നം വരാൻ പോകുന്നുണ്ട്. ഇതുപോലെ ലോത്ത് കുറച്ച് പരുക്കനായി. സാറായിക്ക് ലോത്തിന് സംശയം. എബ്രാഹിം അങ്ങ് വീട് ചത്തു കഴിഞ്ഞാൽ പിന്നെ ലോത്തിൻ്റെ ഭരണവില വരാൻ പോണത്. അപ്പോൾ സാറാനെ എങ്ങനെയും കൊന്നാൽ എന്ത് ചെയ്യും? സമ്പത്തെല്ലാം അടിച്ചെടുക്കൽ. ഈ ലോത്ത് കഥാപാത്രമല്ല, ചിരിച്ച് കഥാപാത്രം. ഇവള് ചിരിച്ച് ദൈവത്തിൻ്റെ വചനം അവിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ ആ കണക്ഷൻ പോയി. അപ്പം ലോത്ത് ബലം പ്രാപിച്ചു. നമുക്ക് ചുറ്റും ഉണ്ടാകുന്ന കുഴപ്പമാണ്, നിങ്ങൾ ഈ പ്രാർത്ഥന മുടക്കുകയും നിങ്ങൾക്ക് ഇത്തിരി പണം കിട്ടിക്കഴിയുമ്പോഴും ജോലി കിട്ടിക്കഴിയുമ്പോൾ ദൈവത്തിനൊക്കെ മറക്കുകയും ചെയ്യുമ്പോൾ എന്ത് പറ്റും? നിങ്ങൾക്ക് ജോലി കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഭാര്യയും ഭർത്താവായിട്ട് ഭയങ്കര സ്നേഹവും പൊന്നും തേനും ഒക്കെ ആയിരുന്നു, മക്കളുമായിട്ടൊക്കെ ഭയങ്കരമായിരുന്നു. നിങ്ങൾ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് പിന്നെ കറക്കവും പിന്നെ കുർബാനയില്ല, അവിടെ പോകുന്നു. പിന്നെ ജോഗിങ്ങല്ല, ഓരോ സ്ഥലത്ത് റിസോർട്ടിൽ പോയി ആൾക്കാർ താമസിക്കല്ലേ. ഞായറാഴ്ച എങ്ങനെ പോയി താമസിക്കും, കുർബാനക്ക് പോകത്തില്ല. കാര്യം എന്താ? അവർക്ക് ഇനിയിപ്പോൾ ദൈവത്തിന് ആവശ്യമില്ല. പിന്നെ എന്ത് ചെയ്യും? അവസാനം ആ മക്കളുമൊക്കെ തോന്നിയവാസികളായി. നിങ്ങൾ ഓർക്കരുത്, നിങ്ങളുടെ കേമത്തം കൊണ്ട് ഒരുത്തൻ പാട്ട് പാടാൻ പോയി അവൻ്റെ കുടുംബം ഇന്ന് മൊത്തം നശിച്ചിരിക്കുക അല്ലേ? ദൈവത്തിന് മറന്ന പണി കിട്ടും. അതായത് നമുക്ക് ദൈവവിശ്വാസം ഉണ്ടായത് ദൈവത്തിൻ്റെ ആ ചൈതന്യത്തിൽ വളർന്നു വന്നതിന് ശേഷം നമ്മൾ ഇത്തിരി രക്ഷപ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തെ മറക്കാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒറ്റടക്ക് പോകത്തില്ല. ഇപ്പം സാറാവുന്ന ചിരിച്ചതാണ് കൂടാരത്തിൻ്റെ പുറകുന്നുണ്ട്. ഇപ്പം എന്നാ പറ്റി? ലോത്ത് അത്രയും നാളും പത്തി മുടക്കി കിടന്ന് ലോത്ത് ബലം പ്രാപിച്ച്. സാറൊക്കെ പേടിയായി. സാറാ പറഞ്ഞ്, ദൈവത്തിൻ്റെ വാക്യം കേട്ടുകൊണ്ട് കാത്തിരുന്ന നിങ്ങളുടെ തലേന്ന് ഞൊട്ടിക്കൊണ്ട് ശത്രുക്കൾ പോകും. അതുകൊണ്ട് ആകരണ പ്രാപിക്കൂ, പിള്ളേരുണ്ടാകട്ടെ എന്ന് പറഞ്ഞ്. അങ്ങനെ എബ്രാഹത്തിന് ആ സ്ത്രീ അവതാളത്തിലാക്കി. എബ്രാഹം പേടിച്ചു പോയി. അപ്പോൾ ഉടനെ ഹാഗർ ഗർഭിണിയായി. അപ്പോഴേ ആ എബ്രാഹം സാറാഭരണ കേട്ടില്ലേ? സാറാഭരണ കേട്ടാണല്ലോ എബ്രാഹം ദൈവം എന്താ പറഞ്ഞത്? വസന്തത്തിൽ തീർച്ചയായും ഞാൻ എതിരെ പോകും, അപ്പോൾ നിനക്കൊരു ആൺകുഞ്ഞുണ്ടാകുമെന്ന് പറഞ്ഞില്ലേ? അത് കേട്ട ആളാണ് എബ്രാഹം സാറാ പറഞ്ഞ കേട്ടപ്പോൾ ഇനിയിപ്പോൾ ദൈവം എപ്പോഴാണ് അറിയത്തില്ലല്ലോ എന്ന് ചെയ്തുകൊണ്ട് അയാൾ ആഗറിനെ പ്രാപിച്ചു. ഇസ്മയിൽ ജനിച്ചു. പിന്നെ എന്ത് ചെയ്ത്? ദൈവം വാക്ക് പാലിച്ചു. ദൈവം ഇസഹാക്കിനെ കൊടുത്തു. പക്ഷേ ആഗർ എങ്ങനെയാണോ സാറായുടെ ചിരിയിലൂടെ രംഗത്ത് വന്ന് ഇവർക്കെതിരായത്, അതുപോലെ ഹാഗർ സാറാക്കെതിരായി. ദൈവം പറഞ്ഞാൽ കേൾക്കാതെ എബ്രാഹിം സാഗറിനെ പ്രാപിച്ചതിൻ്റെ പേരിൽ പിന്നെ എന്ത് ചെയ്യും? അതിനേക്കാൾ വലിയ പരീക്ഷണത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്നു. അതാണ് ഇസഹാക്കിൻ്റെ ബലി എന്ന് പറയുന്നത്. ഇസഹാക്കിൻ്റെ ബലി എബ്രാഹിം മലത്തി വെച്ചതാണ്. ഈ ഹാഗറിനെ പ്രാപിക്കാതിരുന്നെങ്കിൽ, കർത്താവിൻ്റെ വചനം പോലെ വിശ്വാസത്തോടെയും പ്രത്യേകം കാത്തിരുന്നെങ്കിൽ എബ്രാഹത്തിൻ്റെ ബലി ഒഴിവാക്കാമായിരുന്നു. അത് എൻ്റെ ഒരു സ്വകാര്യ ചിന്തയാണ്.
സഭ ഇങ്ങനെ ഈ വിഷയത്തിൽ അങ്ങനെ ഒരു പഠനങ്ങളൊന്നുമില്ല. എന്നാലും ഈ പ്രലോഭനങ്ങൾ രണ്ടും നമ്മളെപ്പോഴും ഞാൻ നിങ്ങളോട് ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം ദൈവത്തിൻ്റെ പേരിൽ ദൈവത്തെ അവിശ്വസിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തെ ഒഴിവാക്കിയാൽ, നമ്മൾ അതിനേക്കാൾ വലിയ ഒരു കുരിശ് ഒഴിവാക്കിയാൽ അതിനേക്കാൾ ഇനി വരാമ്പോൾ അതിനേക്കാൾ വലിയ കുരിശായിരിക്കും. അതാണ് ഓരോ ഈ എബ്രാഹത്തിൻ്റെ സാറായുടെയും കഥയുടെ അന്തർധാരയിൽ പോകുന്ന ഒരു നൂലതാണ്. ശരിക്കും എബ്രാഹത്തിന് രണ്ടിനും പണി കിട്ടില്ലേ? തിരിച്ച് സാറായ്ക്ക് ഹാഗറിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടായി. ഹാഗർ പറഞ്ഞ സാറാ പറഞ്ഞ കേട്ട് ഹാഗറിനെ പ്രാപിച്ച എബ്രാഹത്തിന് സ്വന്തം മകനെ ബലിയർപ്പിക്കേണ്ടി വരുന്ന, ബലിയർപ്പിച്ചില്ലെങ്കിൽ പോലും ആ ടെൻഷൻ എന്ന് പറഞ്ഞാൽ വല്ലാത്ത ടെൻഷനല്ലേ അയാൾ അനുഭവിച്ച് കൂട്ടിയത്. പല ടെൻഷനും ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിക്കുന്നതിന് പകരം സാഹചര്യ സമ്മർദ്ദത്തിന് അടിപ്പെടുന്നതുകൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് നിശബ്ദമാവുക, ദൈവവഴികൾക്ക് വേണ്ടി കാത്തിരിക്കുക, അത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള സാവകാശം വേണ്ടി പ്രാർത്ഥിക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പരിശുദ്ധ അമ്മയ്ക്കും യേശുവിനും കോടാനുകോടി നന്ദി. ഞാൻ സതി അശോകൻ, കൃപാസനം ആര്യക്കര മുഹമ്മയിൽ നിന്ന് വരുന്നു. ഞാനൊരു ഹിന്ദുവാണ്. ഞാൻ കൃപാസനത്തെക്കുറിച്ച് 2018 മുതലേ എനിക്കറിയാം. 2018 എൻ്റെ ഒരു ഫ്രണ്ട് മുഖേന പേപ്പർ കൊണ്ട് തന്നും കൊന്തയും കാശുരൂപമൊക്കെ തന്നും അവൾ എന്നോട് പറഞ്ഞു, നിൻ്റെ അങ്ങടെയൊക്കെ അടുത്തല്ലേ കൃപാസനം കലവൂർ, അവിടെ ജോസഫ് അച്ഛന് അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടു, ദുരന്തം ഉണ്ടാകാൻ പോവുകയാണ്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു എന്നവൾ പറഞ്ഞു. നീ നാട്ടിൽ പോകുമ്പോൾ അമ്മയുടെ അടുക്കൽ ചെല്ലണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പോകാം. ഞാനിവിടെ വന്നു. ഞാൻ ചെറുപ്പം മുതലേ യേശു അപ്പച്ചനെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ പൂജ മുറിയിലുമൊക്കെ യേശു അപ്പച്ചനും കുരിശും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അവൾക്കറിയാമായിരുന്നു ഞാൻ യേശു അപ്പച്ചനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന്. പിന്നെ ഞാൻ 2023 മെയ്യിലാണ് ഉടമ്പടി എടുക്കുന്നത്. അതിനു മുമ്പിൽ ഒത്തിരി പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം കിട്ടിയിട്ടില്ല. അങ്ങനെ എനിക്ക് എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞിരുന്നു. കുഞ്ഞുങ്ങളില്ലായിരുന്നു. അപ്പോൾ എപ്പോഴും പറയുമായിരുന്നു കുഞ്ഞിന് വേണ്ടിയിട്ട്, മോനെ എന്താണ് കുഞ്ഞുങ്ങൾ വേണ്ടേ നമുക്ക്? അതൊക്കെ ദൈവത്തിൻ്റെ വിധിയല്ലേ മമ്മി, അത് എപ്പോഴേലും കിട്ടട്ടെ എന്നൊക്കെ പറയുമായിരുന്നു. എന്നാലും അവൾക്ക് തോന്നി എന്ന് പോയി ചെക്കപ്പ് ചെയ്യണമെന്ന് തോന്നി. ചെക്കപ്പ് ചെയ്തപ്പോൾ അവർക്ക് യൂട്രസിലൊരു ഫൈബ്രോയിഡ് ഉണ്ടെന്നും എൻഡോമെട്രിയാസിസ് എന്നൊരു ചെറിയ രോഗമുണ്ടെന്നൊക്കെ അറിഞ്ഞു. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു ഒരു ചെറിയ ഓപ്പറേഷനാൽ അത് ശരിയാക്കാമെന്ന് പറഞ്ഞു. ഓപ്പറേഷന് 3 മാസം കഴിഞ്ഞുള്ളൊരു ഡേറ്റാണ് കൊടുത്തത്. ഡേറ്റ് കൊടുത്തു. മോൾ എന്നോട് വന്നു പറഞ്ഞു, ഫോൺ വിളിച്ച് പറഞ്ഞു, മമ്മി എനിക്ക് ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞത്. അപ്പോൾ 3 മാസം കഴിഞ്ഞുള്ളൊരു ഡേറ്റാണ് തന്നിരിക്കുന്നത്. അത് 2022 ഒക്ടോബറിലായിരുന്നു. അപ്പോൾ ജനുവരിയിലോട്ടാണ് ഡേറ്റ് കിട്ടിയിരിക്കുന്നത്. അതിന് ഞാൻ മോളോട് പറഞ്ഞു, അവൾ പറഞ്ഞു അയ്യോ എനിക്ക് പേടിയാണ് മമ്മി, ഓപ്പറേഷൻ ചെയ്യും. ഞാൻ പറഞ്ഞു എന്തിനാണ് പേടിക്കുന്നത്, നമ്മളൊക്കെ ഓപ്പറേഷൻ ചെയ്യുന്നത്, നമ്മൾ ഒരു നേഴ്സല്ലേ, അപ്പം നമുക്ക് ഓപ്പറേഷത്തിനെ കുറിച്ചൊക്കെ എല്ലാം അറിയാമല്ലോ, ഡോക്ടർ അണ്ടർ അനസ്തേഷ്യയിലല്ലേ ഓപ്പറേഷൻ ചെയ്തുള്ളൂ, മുന്നേ പേടിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. അവളെ സമാധാനിപ്പിച്ചെങ്കിലും ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു, അമ്മേ നീ എൻ്റെ മോൾക്കൊരു കുഞ്ഞിനെ ട്രീറ്റ്മെൻ്റ് ഒന്നും ഇല്ലാതെ തരില്ലേ അമ്മയെന്ന് ചോദിച്ചു. എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ച് 2 മാസത്തിനകം ഈ ഓപ്പറേഷത്തിന് ഡേറ്റ് തന്നതിന് മുമ്പ് തന്നെ അവൾ കൺസീവായി പ്രഗ്നൻസി പോസിറ്റീവ് എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ മോളെന്നോട് പറഞ്ഞു ഇനി ഡോക്ടറെ കാണണോ മമ്മി? ഞാൻ പറഞ്ഞു ഡോക്ടറെ കണ്ടോ കുഴപ്പമില്ല, പക്ഷേ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യത്തില്ല. അപ്പം ഡോക്ടറോട് വിവരങ്ങളൊക്കെ പറയണമെന്ന് പറഞ്ഞു. നിർഭാഗ്യവശാൽ 1.5 മാസമായപ്പോൾ ജനുവരിയിൽ പ്രഗ്നൻറ്റ് പോസിറ്റീവ് പറഞ്ഞ് ഫെബ്രുവരിയിൽ അത് അബോർട്ടായിപ്പോയി. അപ്പോൾ എനിക്ക് ഒത്തിരി വിഷമമായി, അവൾക്ക് ഒത്തിരി വിഷമമായി. 3-4 വർഷം കുഞ്ഞുങ്ങളില്ലാതിരുന്നിട്ട് അവർക്കൊരു ഇത്രയും പ്രശ്നമില്ലായിരുന്നു. ഒന്ന് പോസിറ്റീവ് കാണിച്ചിട്ട് പിന്നെ അത് അബോർട്ടായി പോയപ്പോൾ അവൾക്ക് ഒത്തിരി വിഷമമായി. ഞാൻ എൻ്റെ അമ്മ മാതാവിൻ്റെ അടുക്ക വന്ന് ഇവിടെ വന്ന് എന്നും മിക്കവാറും വരും ഞാൻ ഇവിടെ ഒന്നും പ്രാർത്ഥിച്ചു വരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2023 മെയ് 29. അതിനുശേഷം എന്നും ഇവിടെ വന്ന് ഇടയ്ക്കിടയ്ക്ക് ഓരോ മാസം കൂടെ വന്ന് പേപ്പർ മേടിച്ചുകൊണ്ട് പോകും. പേപ്പറൊക്കെ എല്ലാവർക്കും വിതരണം ചെയ്യാമെന്ന് പ്രാർത്ഥിക്കുമല്ലോ കഴിയും. 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയൊരു എൻ്റെ ഫോണിൽ ഞാൻ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ വൈബ്രേറ്റായി അങ്ങ് ഫോൺ നിന്നുപോയി. ഞാനടുത്ത് എന്ത് പറ്റി, എൻ്റെ ഫോൺ അഴുക്കായതായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ കുറച്ച് നോക്കിയപ്പോൾ ഞാൻ അന്നേരം എനിക്കെന്തോ ഒരു ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കണമെന്ന് തോന്നി. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തു. എല്ലാം പ്രാർത്ഥന. അത് കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് ഫോൺ അങ്ങ് ശരിയാവുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ ഞാൻ സൂം ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്ത് ഒരു ലേഡിയുടെ കണ്ണ്, ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് പിന്നെ നോക്കിയപ്പോൾ എൻ്റെ ഫ്രണ്ടിന് അയച്ചു കൊടുത്തു, എടി ഇതെന്താണ് ഇങ്ങനെയൊക്കെ കാണുന്നത്? അതപ്പോൾ നിൻ്റെ വീട്ടിൽ അമ്മ മാതാവ് വന്നതാണ്, നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട, നീ പ്രാർത്ഥന കേട്ടുകൊണ്ടിരുന്നപ്പോഴല്ലേ ഇതൊക്കെ സംഭവിച്ചതൊക്കെ, അമ്മ മാതാവ് നിൻ്റെ വീട്ടിൽ വന്നതെന്ന് പറഞ്ഞു. ആ മാസം തന്നെ 90 ദിവസമായില്ല ഞാൻ ഉടമ്പടി എടുത്തിട്ട്.
മോള് പ്രഗ്നൻ്റായി എന്ന് അവളെന്നെ കേൾപ്പിച്ചു, പ്രഗ്നൻ്റ് പോസിറ്റീവ്. അങ്ങനെ 9 മാസം പൂർണ്ണ ഗർഭിണിയായി അവളൊരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്തു. ആ കുഞ്ഞാണ് ഇന്ന് ഈ കൂട്ടത്തിൽ നിൽക്കുന്നത്. അവൾ മോളുമാണ്. അങ്ങനെ ഞാൻ അന്ന് എൻ്റെ അമ്മ മാതാവിനോട് പറഞ്ഞിരുന്നു, എൻ്റെ മോൾക്കും കുഞ്ഞിനും ഒരാപത്തും വരുത്താതെ എനിക്ക് തരണം. ഞാനിവിടെ വന്ന് എൻ്റെ അമ്മ മാതാവിനെ കൊണ്ട് കാണിച്ചതിന് ശേഷം മാത്രമേ ഞാൻ എൻ്റെ വീട്ടിലോട്ട് അമ്മയും കുഞ്ഞിനെയും കൊണ്ടുപോകത്തുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ വന്ന് ഞാൻ അമ്മയും കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ കൃപാസനത്തിൽ വന്ന് കാണിച്ചതിന് ശേഷമാണ് ഞാൻ വീട്ടിലോട്ട് മക്കളെ കൊണ്ടുപോയത്. അതിനുശേഷം അവർക്ക് UK ഒരു വീട് മേടിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അവർ UK താമസം. UK ഒരു വീട് മേടിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതിന് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് അവരാഗ്രഹിക്കുന്ന പോലെ ഒരു വീട് മേടിക്കാൻ അവർക്ക് അവസരം കിട്ടി. അമ്മ മാതാവ് അതിനും കനിഞ്ഞു. പിന്നെ ഞങ്ങൾ കോവിഡ് കാലത്തൊക്കെ ഞാനും എൻ്റെ ഹസ്ബൻഡും കോവിഡിലും മരിച്ചു ജീവിച്ച വ്യക്തികളാണ്. അന്നും അമ്മ മാതാവാണ് ഞങ്ങളെ രക്ഷിച്ചത്. ഞാൻ എന്ത് കാര്യം അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചാലും അമ്മ മാതാവ് അതെല്ലാം എനിക്ക് സാധിച്ചു തരാറുണ്ട്. അതിനൊരു പരിഹാര മാർഗ്ഗം ഉണ്ടാക്കി തരാറുണ്ട്. എന്ത് കാര്യത്തിനും. മോൾ UK പോകാനാണെങ്കിലും ഓരോരോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഓരോ പ്രശ്നങ്ങൾക്കും ഓരോരോ പരിഹാര മാർഗ്ഗം അമ്മ തന്നെ കാണിച്ചു തരും. ഞാൻ അറിയുകയും അറിവില്ലാത്തതുമായ വ്യക്തികൾ എനിക്ക് സഹായത്തിനെത്തുകയും ഓരോരോ കാര്യങ്ങളിൽ എന്നെ സഹായിക്കുകയും ചെയ്ത അമ്മ മാതാവാണ് എല്ലാത്തിനും മുമ്പിൽ. അമ്മ മാതാവിൻ്റെ അനുഗ്രഹമാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും എല്ലാവർക്കും ഉള്ളത്. എന്നും ഞാൻ അമ്മ മാതാവിൻ്റെ ഒരു ശക്തിയായിരിക്കും. അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ അസുഖമുള്ളവരുടെ അടുത്തൊക്കെ പോയി അസുഖങ്ങൾക്ക് ക്ഷേമങ്ങൾ അന്വേഷിക്കുകയും അവർക്ക് എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുകയും വൃദ്ധാലയങ്ങളിൽ പോയി അവർക്ക് പറ്റുന്നവർക്ക് ഗ്രോസറി ഐറ്റംസ് വാങ്ങിച്ചു കൊടുക്കുകയും ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുകയും പൈസയായിട്ടും അവർക്കങ്ങനെ പല ഇതും വൃദ്ധാലയത്തിലും ഓൾഡ് ഏജ് ഹോമിൽ എല്ലായിടത്തും അനാഥാലയങ്ങളിലൊക്കെ പോയി എല്ലാം ചെയ്യും. യൂട്യൂബിൽ കാണുന്ന ആരെങ്കിലുമൊക്കെ ഓൺലൈനായിട്ട് പാവങ്ങൾ പൈസ അയക്കണമെന്ന് പറയുമ്പോൾ അത് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അവർക്ക് പൈസയൊക്കെ അയച്ചു കൊടുക്കും. അങ്ങനെ വീടുകളിലാണ്ട് അടുത്തുള്ളവർക്കും ഒക്കെ അസുഖമായിട്ട് കിടക്കുന്നവരെയൊക്കെ പോയി സഹായിക്കും, ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും. പത്രങ്ങളാണെങ്കിലും ഞാൻ വീടുകൾ തോറും കയറി ഇറങ്ങി കൊടുക്കും. അവരോടൊക്കെ പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ എല്ലാവർക്കും പ്രാർത്ഥിച്ച് പേപ്പറുകൾ കൊടുക്കും. ഞങ്ങളുടെ കുടുംബശ്രീകളിലൊക്കെ പേപ്പർ എല്ലാവർക്കും കൊടുക്കും. എല്ലാവരും എന്നെ ചിലരൊക്കെ കളിയാക്കും, എന്നാലും ഞാനത് ഒന്നും കാര്യമാക്കാറില്ല. ഞാൻ പറഞ്ഞു അതൊന്നും അല്ല, അമ്മയുടെ പ്രാർത്ഥിക്കുന്നവർക്ക് നന്നായി മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ തീർച്ചയായും എല്ലാവർക്കും ഫലം കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഞാൻ എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി പറയുവാനുണ്ട്. പക്ഷേ എല്ലാം ഞാനിവിടെ പറയുന്നില്ല. ഇപ്പം സമയത്ത് ചുരുക്കം കാരണം അമ്മ മാതാവ് അറിയുന്നില്ല. അമ്മ മാതാവിനും യേശുപ്പച്ചനും കോടാനുകോടി നന്ദി. ആത്മീയ ജീവിത പ്രാർത്ഥന എന്നും രാവിലെ നേരം വെളുത്ത് എണീറ്റാലുടൻ അമ്മ മാതാവിൻ്റെ നാമത്തിലാണ് എണീക്കുന്നത്. ദിവസം മുഴുവനും അമ്മ മാതാവ് പ്രാർത്ഥിക്കും. യൂട്യൂബിലൊക്കെ തന്നാൽ അച്ഛൻ്റെ ആരാധനകളൊക്കെ കൂടും. ഓരോ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കും. വീട്ടിലും എന്നും പ്രാർത്ഥനയുണ്ട്. എന്നും ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക്, ഞാൻ ഹിന്ദുവാണ്, ഹിന്ദുവിന് പ്രാർത്ഥന കഴിഞ്ഞാൽ ഉടൻ അമ്മ മാതാവിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ ഒരു ദിവസം പോലും ഞാൻ കിടക്കാറില്ല. കൊന്ത ചൊല്ലും, ജപമാല ചൊല്ലും. ജപമാലയിൽ ഞാനിവിടെ ഒക്ടോബറിൽ ജപമാല കഴിഞ്ഞ വർഷം, അതിന് മുമ്പിലത്തെ 2024 ഒക്ടോബറിലെ ജപമാല റാലിയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അന്ന് ഞാൻ ജീവനോടെ രക്ഷപ്പെട്ടു പോയത് എൻ്റെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്താലാണ്. ഒത്തിരി തിക്കും തിരക്കിനകത്ത് ഞാനും എൻ്റെ ഹസ്ബൻഡും വീണു പോകാൻ തുടങ്ങി. അന്ന് ഞാൻ ഓർത്തു ഇന്ന് ഞാൻ ജീവനോടെ വീട്ടിലെത്തില്ലെന്ന്. പക്ഷേ അമ്മ മാതാവ് കൈപിടിച്ച് ഞങ്ങളെ ഉയർത്തി അവിടെ നിന്ന് കൊണ്ടുപോയി വീട്ടിലെത്തിച്ചു. അത്രയ്ക്കും തിക്കും തിരക്കുമായിരുന്നു. ആ ജപമാലയിൽ ഞാൻ പങ്കെടുത്തിന് കാലുകൊണ്ട് നടക്കാൻ പോലും വയ്യാതെ ഉണ്ട്. അവിടെ അങ്ങനെ ഞാൻ ആ ജപമാലയിൽ പങ്കെടുത്തു. 60 വയസ്സ് കഴിഞ്ഞവർക്ക് ജപമാലയിൽ പങ്കെടുക്കേണ്ടതെന്നൊക്കെ എല്ലാവരും പറയും. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് പോകണമെന്നും പറഞ്ഞ് ഞാൻ പോയി ആ ജപമാലയിൽ പങ്കെടുക്കുകയും അവിടെ നിന്നെല്ലാം രക്ഷപ്പെട്ടു വരികയും ചെയ്തു. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് പറയാനാണെങ്കിൽ. യേശുപ്പച്ചനും കൃപാസന മാതാവിനും കോടി നന്ദി. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം വചനമാണ്. മോശ തൻ്റെ ജനങ്ങളോട് പറഞ്ഞത്, ഇസ്രായേൽ ജനം അവരുടെ ഏറ്റവും വലിയ അനുഗ്രഹം ദൈവത്തിൻ്റെ സാന്നിധ്യമാണെന്നാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിലും നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോഴും ദൈവം കേൾക്കുന്ന ഒരു ദൈവമാണ്. ദൈവ സാന്നിധ്യമാണ് ഉടമ്പടിയിലൂടെ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ദൈവം കൂടെയുള്ള ഒരു ശ്രേഷ്ഠ ജനമാണ് ഉടമ്പടി മക്കൾ. നമ്മുടെ ജീവിതത്തിൽ ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും കൂടെയുള്ള ദൈവാനുഭവ സാക്ഷ്യങ്ങളാണ് ഓരോ മക്കളും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 16-ാം വചനം പറയുന്നത് പോലെ, അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കുമെന്നാണ്. ഉടമ്പടി ജീവിതം നയിക്കുന്ന മക്കളുടെ ജീവിതത്തിലും ദൈവം നമ്മുടെ കൂടെ യാത്ര ചെയ്യുകയാണ്. നമ്മുടെ ജീവിതയാത്രയിൽ ദൈവമാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. ആ യാത്രയിൽ നാം മറ്റ് ജനതകളിൽ നിന്ന് വ്യത്യസ്തരാണ്.
നമ്മുടെ ഓരോ പ്രാർത്ഥനയും ഈശോയും അമ്മയും ഏറ്റെടുക്കുകയാണ്. കാരണം നമ്മൾ ദൈവത്തിന് ശ്രേഷ്ഠമായ ഒരു ജനതയാണ് ഉടമ്പടി മക്കൾ. ഇന്നിൻ്റെ ആവശ്യത്തിനനുസരിച്ച് പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ നമ്മുടെ എന്ത് കാര്യവും ഈശോയിലേക്ക് സമർപ്പിക്കാവുന്ന ഒരു വലിയ ആത്മീയ പദ്ധതിയാണ് ഉടമ്പടി. എന്തായാലും ഏതായാലും അസാധ്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് സാധിക്കില്ല, നഷ്ടപ്പെട്ടു പോകും, ഇനി നടക്കില്ല എന്ന് തോന്നുന്ന ഏത് കാര്യമായാലും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ കാനായിൽ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മ ഇടപെട്ടതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന പരിശുദ്ധ അമ്മയാണ് കൃപാസനം അമ്മ. ആ അമ്മയുടെ കരങ്ങളിലേക്കാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. നമുക്കൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. സതി അശോകിൻ്റെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത് 4 വർഷത്തോളം കുഞ്ഞില്ലാതെ പ്രാർത്ഥിച്ച് ജീവിച്ച ഒരു ദമ്പതികളുടെ കാര്യമാണ്. അത് മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 3 മാസം ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. ഉടമ്പടിക്ക് മുൻപ് പ്രാർത്ഥിച്ചു, പക്ഷേങ്കിൽ യൂട്രസിൽ ഫൈബ്രോയിഡ് ഉണ്ട്. ഫസ്റ്റ് ചൈൽഡ് അബോർഷനായി. പിന്നീട് വീണ്ടും ഒരു കുഞ്ഞിന് വേണ്ടിയാണ് ഈ സഹോദരി ഉടമ്പടി എടുക്കുകയും ഉടമ്പടി എടുത്ത് 3 മാസം കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് തന്നെയാണ് മകൾ വീണ്ടും പ്രഗ്നൻ്റ് ആവുകയും ചെയ്യുന്നത്. അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം സാധ്യമാക്കി തരുന്ന ഒരു ദൈവമാണ് ഉടമ്പടിയിലൂടെ ഓരോ മക്കളുടെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. ഇവിടെയും അസാധ്യമായി തോന്നിയ കാര്യമാണ് ഈശോയും അമ്മയും നടത്തി കൊടുത്തത്. പിന്നീട് ഈ മകളുടെ സാക്ഷ്യം പറഞ്ഞത് UK ഒരു ഭവനം കിട്ടുക എന്നത് ഒരു വളരെ പ്രയാസകരമായ, വളരെ ഡിഫിക്കൽട്ടായ ഒരു കാര്യമാണ്. അവിടെയും പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ ഇടപെടലിലൂടെയാണ് മകൾക്ക് ഒരു ഭവനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തത്. നമ്മുടെ ജീവിതത്തിലും അസാധ്യമെന്ന് താവുന്ന കാര്യങ്ങളെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മൾ ഒരു ശ്രേഷ്ഠ ജനമാണ്. നമ്മൾക്ക് ഈശോ സമീപസ്ഥനായ ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന നമ്മുടെ ജീവിത യാത്രയിൽ ഉടമ്പടി വഴി ദൈവം ഒരാളെ സ്വന്തമായി കരുതുന്നു എന്നാണ് ഉൽപ്പത്തി പുസ്തകം 15:18 പറയുന്നത്. നാം ദൈവത്തിൻ്റെ സ്വന്തം ജനതയാണ്. നമ്മളെ ദൈവത്തിന് നന്നായി അറിയാം. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളുമെന്നാണ് പുറപ്പാട് 14:14 പറയുന്നത്. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാനും നമുക്ക് വേണ്ടി വാദിക്കാനും നമുക്ക് വേണ്ടി യാചിക്കാനുമുള്ള ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഇതാ ഞാനൊരു ഉടമ്പടി ചെയ്യുന്നു. ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിൽ നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിൻ്റെ ജനത്തിന് മുമ്പിൽ ഞാൻ പ്രവർത്തിക്കുമെന്ന് പുറപ്പാട് 34:10 പറയുന്നത്. ഇന്നത്തെ കാലത്ത് ഉടമ്പടി ജീവിതത്തിലൂടെ ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത അത്ഭുതങ്ങളാണ് ഉടമ്പടി സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഉടമ്പടിയിലൂടെ കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ ആത്മാർത്ഥതയോടെ, കൂടുതൽ വിശ്വസ്തയോടെ ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ ഈശോയും അമ്മയും നമ്മുടെ ജീവിതത്തിലും ഇടപെടുവാൻ അവസരം ഒരുക്കി കൊടുക്കുകയാണ്. സതി അശോകിന് കുടുംബത്തിൽ ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. 2024 ഫെബ്രുവരി 10 ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. എൻ്റെ കൂട്ടുകാരി മുഖേനയാണ് ഞാനിവിടെ വരുന്നത്. എൻ്റെ പേര് അംബിക. വൈക്കത്തു നിന്നാണ്, വൈക്കം ഇടയാഴം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. ഇതുപോലൊരു വേദിയിലോ ഒന്നും ഞാൻ കയറിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വേദിയിൽ തന്നെ നിൽക്കണം. എൻ്റെ അമ്മമാതാവും തിരുക്കുമാരനും കൂടി എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ പറയാനാണ് ഞാൻ വന്നത്. എനിക്ക് നിന്ന് പറയാൻ പോലും പറ്റിയില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ എന്നെ ഇവിടെ കൊണ്ടുവരെ എത്തിച്ചത് എൻ്റെ അമ്മമാതാവും തിരുക്കുമാരനും. ഞാൻ ഒരുപാട് സഹനങ്ങളിൽ നിന്ന് വന്നതാണ് ഞാനിവിടെ. എൻ്റെ അമ്മ എന്നെ കൈപിടിച്ച് ഉയർത്തി എല്ലാ കാര്യങ്ങളിലും എന്നെ മുന്നോട്ട് കൊണ്ടുപോയി. ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ 4 കാര്യങ്ങളാണ് വെച്ചത്. ഒന്ന്, എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റണം. പക്ഷേ എനിക്ക് നിവൃത്തിയില്ലാത്ത ഒരാളാണ്. പക്ഷേ എങ്കിൽ സഹോദരങ്ങളുമായിട്ട് ഒരിക്കലും പിണങ്ങരുതും, അയൽവാസിയായിട്ട് പിണങ്ങരുതും. അതായിരുന്നു എൻ്റെ ആഗ്രഹം. എന്നെ ഒരു കൂട്ടുകാരിയാണ് ഇവിടെ എൻ്റെ വീട്ടിലെ സാഹചര്യം വെച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഞാൻ എൻ്റെ മോളുടെ കല്യാണത്തിന് വേണ്ടി 4 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അത് 3.5 ലക്ഷം രൂപ വരെ ഞങ്ങൾ അടച്ച് അത് പലിശയിൽ പോയി. പിന്നെ ഞങ്ങൾക്ക് അടക്കാൻ പറ്റിയില്ല. 2 പേരും കാലിന് മേലാത്തവരാണ്, ഭാര്യയ്ക്കും ഭർത്താവിനും. വേറെ ആശ്രയമൊന്നുമില്ലായിരുന്നു. അങ്ങനെ അത് കൊടുക്കാൻ പറ്റാതെയായി. പല പ്രാവശ്യമായിട്ട് ജപ്തി നടപടികൾ കാര്യങ്ങൾ വന്ന്
അങ്ങനെ വിഷമിച്ചിരിക്കുമായിരുന്നു. എങ്കിൽ പോലും ഞാൻ ഓരോരുത്തർക്കായിട്ട് എനിക്ക് നടന്നു പോയൊന്നും ചെയ്യാൻ പാടില്ലെങ്കിലും ഇവിടെ വന്ന് പത്രവും വാങ്ങിക്കും. അത് കൊണ്ടുവന്ന് എൻ്റെ ഭർത്താവാണ് ആ പത്രം എല്ലായിടത്തും കൊടുക്കുന്നത്. ആ കൂടെ ഞാനും പോകും. ഞാൻ പോയിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ സഹായങ്ങൾ ഞാൻ ചെയ്യുമായിരുന്നു. അത് മരുന്നിനൊക്കെയാണ് എനിക്ക് നല്ലൊരു പൈസ വേണമായിരുന്നു. എല്ലാം എൻ്റെ അമ്മമാതാവും തിരുക്കുമാരനും ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ 2 പേരെയും കൂട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഞാനിവിടെ വന്ന് ജോസഫച്ചനെ ഉണ്ട് 40 ദിവസം അച്ഛൻ പറഞ്ഞു. പക്ഷേ എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു, എൻ്റെ കടം തീരാൻ പോകുകയാണ്. 7.5 ലക്ഷം രൂപ എനിക്ക് കടം ഉണ്ടായിരുന്നു. എനിക്കത് ഞാൻ ആ കടം എങ്ങനെ വീട്ടുമെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. അച്ഛൻ എന്നോട് ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, 40 ദിവസമൊന്ന്. ഞാനിവിടെ വന്ന് ആ ജപ്തി നോട്ടീസുമായിട്ട് ബാങ്കിൽ ചെന്നിട്ട് പറഞ്ഞ്, ഞാൻ എത്ര രൂപയാണ് നിങ്ങൾക്ക് അടക്കേണ്ടത്? 50 പൈസ പോലും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എത്ര രൂപയാണ് അടക്കേണ്ടത്? അത് നിങ്ങൾ പറയണമെന്ന് പറഞ്ഞ്. അത് എനിക്കെന്ത് നിങ്ങൾക്ക് കുറച്ച് തരാം, അതും എന്നോട് പറയാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ്, ഞങ്ങൾ 1.5 ലക്ഷം രൂപ കുറച്ച് തരാം, ബാക്കി 7 ലക്ഷം രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞപ്പം നിങ്ങളിതെങ്ങനെ അടക്കുമെന്ന് എന്നോട് ചോദിച്ചു. നിങ്ങളിത് നടക്കാനാണോ പറയണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നടക്കും. അതെങ്ങനെ നടക്കും? എൻ്റെ അമ്മമാതാവ് നടത്തി തരും. ഉടനെ അവർ പറഞ്ഞ് നിങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ പോന്നു. അവിടെ ചെന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് അച്ഛൻ എനിക്കൊരു ലോക്കറ്റും ഉപ്പും തന്നാൽ വിട്ട ലോക്കറ്റ് എൻ്റെ മണ്ണിൽ കുഴിച്ചിട്ട് ഉപ്പ് അവിടെ കൊണ്ടുവന്ന് വെച്ച് ഞാൻ പ്രാർത്ഥിച്ച്. വീട്ടിലും ഡെയിലി സമയങ്ങളൊന്നും ഞാൻ നോക്കാറില്ല, എനിക്ക് ഉറക്കം വരാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? എൻ്റെ മോള് പറഞ്ഞ് ഞാൻ കാരണമല്ലേ അമ്മക്ക് കടവും വന്ന് ഈ അമ്മയ്ക്ക് വീടും ഇല്ലാതെ വരും, ഞാൻ എന്ത് ചെയ്യും? അതുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടി അവൾ ഉടമ്പടി എടുത്തു. പക്ഷെ അവളും പ്രാർത്ഥിച്ച് ഈ കടം തീർത്ത് കിട്ടണം, ആ വീട് തിരിച്ച് കിട്ടണമെന്നുള്ളത്. അതുപോലെ എനിക്ക് ആ അച്ഛൻ പറഞ്ഞ ദിവസത്തിൽ ഈ 38ാമത്തെ ദിവസം എൻ്റെ പൈസ ഞാൻ കൊടുത്ത് തീർത്ത്. 40 എന്ന് അച്ഛൻ പറഞ്ഞിട്ട് അതിന് മുമ്പ് പൈസയും കൊടുത്ത് 40ാമത്തെ ദിവസം എൻ്റെ പ്രമാണം ഞാൻ തിരിച്ചെടുത്ത്. എനിക്കിത് എൻ്റെ അമ്മയെന്ന് പറയാൻ പറ്റിയല്ല, നമ്മുടെ എല്ലാവരുടെ അമ്മയാണ്. എല്ലാവരും വന്ന് അതുപോലെ ചെയ്യണം. അമ്മയെ വിളിച്ചാൽ അമ്മ വിളി കേൾക്കും, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ കരഞ്ഞ് വിളിച്ചാൽ നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ അമ്മ കരയും, അത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. അതുപോലെ തിരുക്കുമാരൻ്റെ മാതാവും നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ കണ്ണ് നിറഞ്ഞാൽ അമ്മ സമ്മതിക്കുകയില്ല, നമ്മുടെ കണ്ണ് നിറയ്ക്കാൻ നമ്മളെ കരയിപ്പിക്കുകയില്ല. അമ്മ നമ്മുടെ കൂടെ വരും. അമ്മ നമ്മൾ വിളിക്കുന്നിടത്ത് അമ്മ വരും. ഞങ്ങൾ ഒരു സ്ഥലത്തും പ്രൈവറ്റ് ബാങ്കിൽ പൈസ കുറച്ച് കൊടുക്കുന്ന ഒരു ഇതില്ല. പക്ഷേ എൻ്റെ നമ്മുടെ അമ്മ മാതാവ് എനിക്ക് ആ പൈസ കുറപ്പിച്ച് 1.5 ലക്ഷം എന്ന് പറഞ്ഞിട്ട് അവസാനം വീണ്ടും അപേക്ഷ വെപ്പിച്ചവർ കുറച്ചും കൂടി കുറച്ച് തരുമെങ്കിൽ തരട്ടെ, ഇത്രയും വയ്യാത്തൊരാളല്ലേ എന്ന്. അങ്ങനെ എനിക്ക് വീണ്ടും 27,000 രൂപ കൂടി കുറപ്പിച്ച് എൻ്റെ അമ്മ മാതാവ് എനിക്ക് കുറച്ച് നിന്ന് ഞാൻ പ്രമാണം തിരിച്ചെടുത്ത്. പിന്നെ എനിക്ക് വേറൊരു ഞങ്ങൾക്ക് ശകലം 50 സെൻറ്റ് സ്ഥലം നിലവാണ്, അത് കൃഷി ചെയ്യാമായിരുന്നു. എല്ലാ വർഷവും കൃഷി ചെയ്താൽ ഞങ്ങൾ മിഷ്യത്തിനാണ് കൊയ്യണത്. ഈ വർഷം അത് കൃഷി ചെയ്തിട്ട് മിഷ്യൻ ഇറങ്ങിയിട്ട് താന്നു പോയി. അവസാനം ഞങ്ങൾ എന്നാൽ ഇതിന് കൊയ്യേണ്ട, ഞങ്ങൾക്ക് പൈസ കൂടെ 700 രൂപ പെണ്ണുങ്ങൾക്ക് കൊടുക്കണം, 1300 രൂപ ആണുങ്ങൾക്ക് കൊടുക്കണം. അതിനുള്ള സാഹചര്യം ഞങ്ങൾക്കില്ലായിരുന്നു. ഞങ്ങൾ പറഞ്ഞ് ഇത് ചെയ്യേണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് എൻ്റെ ഭർത്താവിന് തലകറക്കം പോലെ ഉണ്ടായി. കാരണം അത്രയും കഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു പോയി. ഉടനെ എൻ്റെ മോൾ എന്നോട് അവിടെ അച്ഛനെ പിടിച്ചിട്ട് പറഞ്ഞ്, അച്ഛാ ഈ കരയണ്ട, ഇത് നമ്മുടെ അമ്മയുണ്ട്, അമ്മ നമുക്ക് തരും എന്നും പറഞ്ഞ് പിടിച്ച് വീട്ടിൽ കൊണ്ട് ഇരുത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ പറയുന്നു, പിന്നെ ഒരാൾ വന്നിട്ടും പറയുന്നു, കാശ് നിങ്ങൾക്ക് ഞാൻ തരാം, നിങ്ങൾ ഈ നെല്ല് കളയരുത്, നിങ്ങൾ കൊയ്ത്ത് കഴിയുമ്പോൾ എനിക്ക് കാശ് തന്നാൽ മതിയെന്ന്. പെട്ടെന്ന് ആളെ വിളിക്കാൻ പറഞ്ഞ് ആളെ വിളിച്ച് ഞങ്ങളത് കൊയ്യിച്ചിട്ട് ഞങ്ങൾക്ക് ആ ആളിന് കൊടുക്കാനുള്ള കാശും ഉണ്ടായി. ഞങ്ങൾക്ക് 2 ഗ്രാമിൻ്റെ സ്വർണം മേടിക്കാനുള്ള കാശും അമ്മ മാതാവ് തന്നു ഞങ്ങൾക്ക്. അതുപോലെ തന്നെ ഇവിടെ വന്ന് എല്ലാ മാസവും പത്രം വാങ്ങിച്ചിട്ട് ചേട്ടനും ഞാനും കൂടിയാണ് കൊണ്ടു നടക്കുന്ന. അതുപോലെ ഇത്രയും അവശതയായ ഞാൻ നടന്ന് എനിക്കൊരു വീട്ടിൽ ചെന്നൊരു രോഗിയെ നോക്കാൻ പറ്റിയല്ല. ഞാൻ ചേട്ടൻ്റെ പുറകിൽ ഇരുന്നിട്ട് അവിടെ കൊണ്ടുവന്ന് എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയല്ല. സാമ്പത്തികമായിട്ടൊക്കെ അവരെ ഞാൻ നന്നായിട്ട് സഹായിക്കുമായിരുന്നു. ഇപ്പോഴും എൻ്റെ മക്കളോടും പറഞ്ഞു കൊടുക്കും, നമുക്ക് തികഞ്ഞിട്ട് ആർക്കും ഒന്നും കൊടുക്കാൻ പറ്റിയല്ല, അതുകൊണ്ട് പറ്റുന്ന പോലെ കൊടുക്കാം. അപ്പം ഡ്രസ്സ് വാങ്ങിക്കും ഞങ്ങൾ. എൻ്റെ മോളും ഞാനും കൂടി വീടുകളിൽ കൊണ്ടുവന്ന് അർഹതയുള്ളവർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ, വേണ്ടാത്തവർക്ക് കൊടുക്കാറില്ല അതൊന്നും. ഇന്നും അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനിയും നാളെ എനിക്ക് അമ്മയുടെ ഈ പിന്തുടർന്ന് എൻ്റെ മോളോടും പറഞ്ഞിട്ടുണ്ട്, മരണം വരെ നമുക്ക് അമ്മയെ തന്നെ സേവിച്ച് ജീവിക്കണമെന്ന് എൻ്റെ മോളോട്. എൻ്റെ സഹോദരങ്ങളുടെ ആവശ്യത്തിന് ഞാൻ അങ്ങനെ ഓരോ കാര്യത്തിനും സഹോദരങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ
എല്ലാത്തിനും തിരുക്കുമാരനും മാതാവിനും നന്ദി, 100 കോടി നന്ദി പറയുന്നു. ഇനിയും എനിക്കിതുപോലെ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിക്കണേന്ന് അമ്മയോട് പ്രത്യേകിച്ച് ഞാൻ പറയുന്നു. ഒത്തിരി നേരം എനിക്ക് നിൽക്കാൻ പറ്റില്ല. അതുപോലെ എൻ്റെ കാല്, ഞാൻ കിടപ്പിലായിരുന്നു, അല്ലാതെ ഞാൻ നടന്ന ആളല്ല. എൻ്റെ മോടെ വീട്ടിൽ കൊണ്ടുപോയി എന്നെ സംരക്ഷിക്കുമായിരുന്നു. ഞാൻ ഒരു ദിവസം അങ്ങനെ കിടക്കുമ്പോൾ ഒരു സ്വപ്നം കാണുന്നു. ഞാൻ പറയാം, എനിക്കത് ആരാന്ന് അറിയത്തില്ല. ഇവിടെ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, അച്ഛനും അറിയാം. ഞാൻ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പം ഞാൻ നല്ല കണ്ണ് തുറക്കുമ്പോൾ ഒരാൾ നിൽക്കുന്നു, മെറൂൺ കളറിലൊരു ഉടുപ്പിട്ടിട്ട് സ്റ്റീലിൻ്റെ മാലയായിട്ടിരിക്കണത്. എന്നിട്ട് എന്നോട് പറയുന്നു, കൈ ചൂണ്ടിയിട്ട് പറയുന്നു, മോളെ നിന്നെ തിന്മയെന്നും തീണ്ടുകയില്ലെന്ന്. ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കി. ഫോട്ടോ എടുക്കാൻ അറിയാവുന്നവരാണ് പെട്ടെന്ന് ഫോട്ടോ എടുക്കും. പെട്ടെന്ന് എൻ്റെ മോനും, ഞാനും എൻ്റെ മോനും കൂടിയാണ് കിടക്കുന്നത്. അപ്പം മോൻ ചാടി എഴുന്നേറ്റിട്ട് ചോദിച്ചു, അതെന്താ അമ്മേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാന്നറിയത്തില്ല മോനെ, ഇത് എന്താണെന്ന് എനിക്കറിയാൻ പാടില്ലത്. പിറ്റേ ദിവസം ഞങ്ങൾ ഒരിക്കലും വണ്ടിക്ക് ഈ മേലാതെ വന്നു കഴിഞ്ഞിട്ട് ലൈൻ വണ്ടിയെ കയറിയിട്ടില്ല. പക്ഷേ ഒരു ദിവസം ചേട്ടൻ പറഞ്ഞേടി, ഇന്ന് വണ്ടിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്, അതുകൊണ്ട് നമുക്ക് ബസ്സിന് പോകാം, നിന്നെ ഞാൻ കയറ്റിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ കയറി ഞാൻ സീറ്റിൻ്റെ അടുത്തിരിക്കുമ്പോൾ ഈ കണ്ട രൂപം ഈ ബസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വാവിട്ട് കരഞ്ഞു പോയി. അയ്യോ, എന്നെ കാണിച്ചത് ഈ രൂപമാണല്ലോ എന്ന്. എന്നെ ശരിക്കും ഇങ്ങനെ കൈ ചൂണ്ടിയിട്ട് കുടയുടെ കാല് പോലെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പോഴാണ് പറയണം, മോളെ കരയണ്ട, നിന്നെ തിന്മ നീണ്ടുകയില്ലെന്ന്. അങ്ങനെ വന്ന് ഞാനിപ്പോൾ ഇത്രയും നേരം ഒരു ശകലം നേരം എനിക്ക് നിൽക്കാൻ പറ്റിയല്ലാത്ത ഞാൻ ഇത്രയും നേരം മാതാവിൻ്റെ ഈ മണ്ണിൽ ചവിട്ടിയല്ലോ. എനിക്കതാണ് ഏറ്റവും, ഞാൻ ഒരിക്കലും ഓർത്തില്ല ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് പറ്റുമെന്ന്. മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. വീണ്ടും ഞാൻ ഇനി ഇതുപോലെ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. സങ്കീർത്തനങ്ങൾ 138:7. കഷ്ടതകളിലൂടെ കടന്നു പോകുന്നുവെങ്കിലും എൻ്റെ ജീവനെ അവിടുന്ന് പരിപാലിക്കുന്നു. അവിടുത്തെ വലതുകരം എന്നെ രക്ഷിക്കും. എന്നെക്കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും. അംബിക തങ്കച്ചൻ എന്ന ഈ സഹോദരി ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധമ്മയോട് ലഭിച്ച സവിശേഷമായ സംരക്ഷണത്തെയും അനുഗ്രഹത്തെയും ജോസഫച്ചൻ നൽകിയ സന്ദേശത്തിലൂടെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാരം എടുത്തുമാറിയതിനെയുമാണ് സന്തോഷത്തോടെ ഈ എഴുത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. കുടുംബത്തിലുണ്ടായിരുന്ന വലിയൊരു കടബാധ്യത അത് തിരികെ വീട്ടുവാനാവാതെ ഏറെ ക്ലേശിച്ച നാളുകളിൽ ഇവിടെ ഉടമ്പടി എടുത്ത് അമ്മയുടെ സന്നിധിയിൽ കണ്ണീരോടെ ആ നിയോഗം വയ്ക്കുകയും ജോസഫച്ചനെ കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ 40 എന്ന സംഖ്യ ഈ കുടുംബത്തോട് പറയുകയും ചെയ്യുന്നു. ഈ കുടുംബം അത് 40 ദിവസത്തിനുള്ളിൽ ദൈവിക ഇടപെടൽ ലഭിക്കുമെന്ന പ്രത്യാശയോടെ പ്രാർത്ഥിക്കുകയും അമ്മയുടെ സന്നിധിയിൽ ഈ നിയോഗം, ഈ 7 ലക്ഷം രൂപയുടെ കടബാധ്യത മാറുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് അതിനുള്ള വഴികൾ തുറന്നു കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ നാളുകളിൽ സ്വർണത്തിൻ്റെ വില വല്ലാതെ കൂടുകയും കയ്യിലുണ്ടായിരുന്നൊരല്പം സ്വർണം വിൽക്കുവാനും അതുവഴി ആ ബാധ്യതകൾ വേഗത്തിൽ 38-ാമത്തെ ദിവസം തീർത്ത് 40-ാമത്തെ ദിവസം ആധാരം തിരികെ കയ്യിൽ കിട്ടും വിധം അമ്മ മാതാവ് എല്ലാം ക്രമീകരിച്ച് കൊടുത്തതിനെയാണ് സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ വിളഞ്ഞു കിടന്ന പാടത്തിറക്കിയ കൊയ്ത്തിൻ്റെ യന്ത്രം താന്നു പോകുമ്പോൾ അത് കൊയ്തെടുക്കുവാനാവാത്ത പ്രതിസന്ധിയിലും അമ്മ മാതാവ് ദൂതനെ അയച്ച് കുടുംബത്തെ സംരക്ഷിച്ച് അത് കൊയ്തെടുത്ത് അതിൽ നിന്ന് അല്പം നീതി ലഭിക്കും വിധം കാര്യങ്ങൾ ക്രമീകരിച്ച് അനുഗ്രഹിച്ചതിനെയും സാക്ഷ്യപ്പെടുത്തുന്നു. അമ്മയുടെ വാക്കുകൾ നമ്മൾ കേട്ടു. ഏറെ ക്ലേശവും കണ്ണീരും ദുരിതവും ഒക്കെയുള്ളൊരു ജീവിതം, എങ്കിലും അല്പം പോലും പ്രത്യാശപ്പെടാതെ അക്രൈസ്തവ കുടുംബമാണെങ്കിലും പൂർണ്ണമായി അമ്മയുടെ തിരുസന്നിധിയിലേക്ക് ഉടമ്പടി പ്രകാരം ജീവിത വിഷയങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് അമ്മ പ്രത്യാശയോടെ കൂടെ നിന്ന് അനുഗ്രഹിക്കും, സഹായിക്കുമെന്ന വലിയ ശരണപ്പെടലാണ് ഈ കുടുംബത്തിന് ഇന്ന് അനുഗ്രഹത്തിന് കാരണമായതെന്ന് ഏറ്റുപറയുന്നു. അമ്മയുടെ തിരുനടയിൽ ഏത് ഭാരപ്പെട്ട വിഷയവും നമുക്ക് പരിഹാരമില്ലാത്ത പ്രശ്നവും നമ്മൾ വഴിയടഞ്ഞു നിൽക്കുന്ന ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അമ്മ ഈശോയ്ക്കത് നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ഭാരം ലഘൂകരിച്ചും സമയം ചുരുക്കിയും ജീവിതത്തിൻ്റെ കണ്ണീരൊപ്പിയും നമ്മളെ സഹായിക്കുമെന്നതിൻ്റെ ഉദാഹരണമാണ് ഈ അമ്മയുടെ വാക്കുകളിലൂടെ നാം കേട്ടത്. ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട്